പ്രിയ പ്രേക്ഷകർക്ക് നമസ്കാരം. കാലികമായ വാർത്തകളുടെ കൃത്യതയുമായി ഇന്ത്യൻ വോയിസ് വാർത്തകളിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. വാർത്തകളുടെ കൃത്യതയുമായി ഞാൻ സുനിൽ പെരുത്തുംപാറ. കേരളത്തിന്റെ നവോത്ഥാന നായകനും സാമൂഹിക നീതിയുടെ പോരാളിയുമായ മഹാത്മാ അയ്യൻകാളിയുടെ ജീവിതം ബിഗ് സ്ക്രീനിലേക്ക്. പ്രശസ്ത സിനിമാ സംവിധായകൻ അരുൺ രാജാണ് അയ്യൻകാളിയുടെ ജീവിതം ആസ്പദമാക്കിയുള്ള ബിഗ് ബജറ്റ് ചരിത്ര സിനിമയുമായി എത്തുന്നത്. സിനിമയുടെ പ്രാരംഭ പ്രവർത്തനങ്ങൾ വിലയിരുത്തുന്നതിനായി അരുൺ രാജ് മുഖ്യമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തി. ഒരു സാധാരണ കുടുംബത്തിൽ നിന്ന് സിനിമാ രംഗത്തേക്ക് കടന്നു വന്ന് തൻ്റെതായ വ്യക്തിമുദ്ര പതിപ്പിച്ച യുവ സംവിധായകനാണ് അരുൺ രാജ്. തൻ്റെ ഏറ്റവും പുതിയ ദൗത്യമായാണ് അയ്യൻകാളിയുടെ ജീവിതം വെള്ളിത്തിരയിലെത്തിക്കുന്നത്. കേരള ഹൗസിൽ വെച്ച് നടന്ന കൂടിക്കാഴ്ചയിലാണ് സിനിമയുടെ പ്രമേയത്തെക്കുറിച്ചും ലക്ഷ്യങ്ങളെക്കുറിച്ചും അദ്ദേഹം മുഖ്യമന്ത്രിയുമായി വിശദമായി ചർച്ച നടത്തിയത്. കേരളം കണ്ട സമാനതകളില്ലാത്ത വിപ്ലവ സൂര്യൻ മഹാത്മാ അയ്യൻകാളിയുടെ പോരാട്ടങ്ങളും ജാതിയുടെയും മതത്തിന്റെയും അനാചാരങ്ങളുടെയും എല്ലാ ചങ്ങലക്കെട്ടുകളെയും ഭേദിച്ച് ഒരു ജനസമൂഹത്തെ ശിരസുയർത്തി നടക്കാൻ പഠിപ്പിച്ച കേരളത്തിന്റെ മഹാനായ പുത്രൻ അയ്യൻകാളിയുടെ ചരിത്ര ജീവിതം പുതിയ തലമുറയിലേക്ക് എത്തിക്കുക എന്ന വലിയ ദൗത്യമാണ് ഈ സിനിമയിലൂടെ നിർവഹിക്കുന്നതെന്ന് സംവിധായകൻ അരുൺ രാജ് പറഞ്ഞു. സിനിമയുടെ ചിത്രീകരണത്തിനും നിർമ്മാണ പ്രവർത്തനങ്ങൾക്കും കേരള സർക്കാരിന്റെ പൂർണ്ണ പിന്തുണ മുഖ്യമന്ത്രി ഉറപ്പു നൽകി. ഈ ചരിത്ര സിനിമയുടെ പ്രഖ്യാപനം സാമൂഹിക സാംസ്കാരിക മണ്ഡലങ്ങളിൽ വലിയ ചർച്ചകൾക്കാണ് തുടക്കമിട്ടിരിക്കുന്നത്. കേരളത്തിന്റെ നവോത്ഥാന ചരിത്രത്തിലെ നിർണായക അധ്യായങ്ങൾ വലിയ ക്യാൻവാസിൽ ദൃശ്യവൽക്കരിക്കപ്പെടുമ്പോൾ പ്രേക്ഷകർ ഏറെ പ്രതീക്ഷയോടെയാണ് കാത്തിരിക്കുന്നത്. പ്രഭാകരൻ, രതീഷ്, പ്രസാദ്, വിഷ്ണു, വിനോദ് തുടങ്ങിയവരും ഈ ചർച്ചയിൽ പങ്കെടുത്തു. മലയാള സിനിമയിലെ ശ്രദ്ധേയമായ ചരിത്ര സിനിമകളിൽ ഒന്നായി ഈ ചിത്രം മാറുമെന്നാണ് സിനിമാ മേഖലയിലുള്ളവരുടെ വിലയിരുത്തൽ. കൂടുതൽ വാർത്തകൾ വരും ദിവസങ്ങളിൽ പ്രതീക്ഷിക്കാം. വൈക്കം വെള്ളൂരിൽ ദളിത് യുവാവിനെ CPM പ്രവർത്തകർ മർദ്ദിച്ച സംഭവവുമായി ബന്ധപ്പെട്ട് വരുന്ന ബുധനാഴ്ച ജൂലൈ 15 വെള്ളൂർ പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തും. വെള്ളൂർ അറക്കൽ വീട്ടിൽ അജയ് ഘോഷിനെയാണ് കഴിഞ്ഞ മാസം 10ഓളം വരുന്ന CPM പ്രവർത്തകർ നടു റോഡിൽ തല്ലിച്ചതച്ചത്. തലയ്ക്കും കാലിനും പരിക്കേറ്റ അജയ് ഘോഷ് വൈക്കം താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടിയിരുന്നു. 2026 ജൂൺ 24 604/2026 പ്രകാരം കേസ് രജിസ്റ്റർ ചെയ്തിട്ടും ഇതുവരെ പ്രതികളെ പിടികൂടാൻ കഴിഞ്ഞിട്ടില്ല എന്ന് അജയ് ഘോഷ് പറഞ്ഞു. അന്വേഷണ ഉദ്യോഗസ്ഥന്മാരായ SI, ASI എന്നിവരുടെ ആവശ്യപ്രകാരം DYSP ഓഫീസിൽ ചെന്ന പരാതിക്കാരനായ അജയ് ഘോഷിന്റെ ബൈക്ക് പിടിച്ചു വെക്കാനുള്ള ശ്രമമാണ് പോലീസ് നടത്തിയത്. കേസിലെ മുഖ്യപ്രതികളിൽ ഒരാളായ KA റഹീം എന്ന വ്യക്തിയെ കേസിൽ നിന്നും പൂർണ്ണമായി ഒഴിവാക്കിയില്ലെങ്കിൽ നിനക്കെതിരെ ശക്തമായ നിയമ നടപടികൾ സ്വീകരിക്കും എന്ന് പോലീസ് അജയ് ഘോഷിനെ ഭീഷണിപ്പെടുത്തിയിരുന്നു. 2040/2023, 1090/2023 എന്നീ FIR പ്രകാരമുള്ള കേസുകളിൽ KA റഹീം പ്രതിയായിരുന്നു. പ്രതികളുടെ രാഷ്ട്രീയ സ്വാധീനം ഉപയോഗിച്ച് കേസ് അട്ടിമറിക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ നടന്നു വരുന്നത്. പ്രതികളുടെ ഭീഷണി മൂലം ഇപ്പോൾ തനിക്ക് ജോലിക്ക് പോകാൻ പോലും പറ്റുന്നില്ല എന്ന് അജയ് ഘോഷ് പറയുന്നു. പട്ടികജാതി പട്ടികവർഗ പീഡന നിരോധന നിയമപ്രകാരമുള്ള യാതൊരുവിധ ആനുകൂല്യങ്ങളും ഈ കേസിൽ തനിക്ക് ലഭിക്കുന്നില്ല. അന്വേഷണ ഉദ്യോഗസ്ഥന്മാരെ സ്ഥലം മാറ്റുകയും തനിക്ക് അടിയന്തരമായ നീതി ഉറപ്പാക്കണം എന്നും ആവശ്യപ്പെട്ട് ജില്ലാ കളക്ടർക്ക് പരാതി നൽകിയിരിക്കുകയാണ് അജയ് ഘോഷ്. KPMS ശാഖാ സെക്രട്ടറിയും BJP പ്രവർത്തകനുമായ അജയ് ഘോഷിനെ മർദ്ദിച്ചവർക്കെതിരെ ശക്തമായ നിയമ നടപടി സ്വീകരിക്കണം എന്നാവശ്യപ്പെട്ട് BJP വെള്ളൂർ ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് 15-ാം തീയതി പോലീസ് സ്റ്റേഷൻ മാർച്ച് സംഘടിപ്പിച്ചിരിക്കുന്നത്. കേരളത്തിലെ ലക്ഷക്കണക്കിന് വരുന്ന ദളിത് ക്രൈസ്തവരുടെ പ്രശ്നങ്ങൾ ഒരിക്കൽ കൂടി സർക്കാരിനെ അറിയിക്കുന്നതിന് തയ്യാറെടുക്കുകയാണ് യുണൈറ്റഡ് ഫോറം ഫോർ ദളിത് ക്രിസ്ത്യൻ റൈറ്റ്സ്. ഈ ക്യാമ്പയിന്റെ ഭാഗമായി വരുന്ന 29-ാം തീയതി കോട്ടയത്ത് CSI ആസ്ഥാനത്ത് ബിഷപ്പ് ജേക്കബ് മെമ്മോറിയൽ ഹാളിൽ വെച്ച് രാവിലെ 10 മണിക്ക് യോഗം ചേരും. 1,00,000 ആളുകളുടെ ഒപ്പുകൾ ശേഖരിക്കാനാണ് തീരുമാനം. അതിനുശേഷം സർക്കാരിന് ഒരു സമഗ്ര നിവേദനം സമർപ്പിക്കുമെന്ന് ദളിത് ക്രൈസ്തവ അവകാശ ഐക്യവേദി ചെയർമാൻ ബിഷപ്പ് റൈറ്റ് റവറൻഡ് ജോസ് ജോർജ്, ജനറൽ കൺവീനർ VJ ജോർജ് എന്നിവർ അറിയിച്ചു. സാമൂഹിക പരിഷ്കർത്താവും പരിവർത്തിത ക്രൈസ്തവരുടെ ആചാര്യ ഗുരുവുമായ മഹാത്മാ N. ജോൺ ജോസഫിന്റെ 86ാമത് ചരമ വാർഷികാചരണം നടത്തും. 14 പകൽ 2 മണി മുതൽ 5 മണി വരെ തിരുനക്കര ക്ഷേത്രത്തിന് സമീപമുള്ള ബാങ്ക് എംപ്ലോയീസ് ഹാളിൽ പരിവർത്തിത ക്രൈസ്തവ ഐക്യവേദിയുടെ ആഭിമുഖ്യത്തിലായിരിക്കും പ്രോഗ്രാം നടത്തുക. കരയിലെയും കടലിലെയും യുദ്ധങ്ങൾ അവസാനിക്കുന്നില്ല. എന്നാൽ
യുദ്ധത്തിന് മറ്റൊരു മുഖം കൈവരികയാണ്. യുദ്ധം ഇനി ബഹിരാകാശത്തേക്ക് വ്യാപിക്കാൻ ഒരുങ്ങുകയാണ്. ശത്രു രാജ്യങ്ങളുടെ ഉപഗ്രഹങ്ങൾക്ക് ഒരു പോറൽ പോലും ഏൽപ്പിക്കാതെ അവയെ നിഷ്ക്രിയമാക്കാൻ കഴിയുന്ന അത്യാധുനിക സംവിധാനവുമായി അമേരിക്ക രംഗത്തെത്തി. മൊണോലാൻസ് എന്ന് പേരിട്ടിരിക്കുന്ന ഈ പുതിയ അമേരിക്കൻ പദ്ധതിയെക്കുറിച്ചുള്ള ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ് പുറത്തു വരുന്നത്. ശത്രു രാജ്യങ്ങളുടെ ഉപഗ്രഹങ്ങളെ ബഹിരാകാശത്ത് വെച്ച് മിസൈലുകൾ കൊടുത്ത് തകർക്കേണ്ട ആവശ്യമില്ല. ഇതൊരു ഇലക്ട്രോ മാഗ്നറ്റിക് വാർഫെയർ സംവിധാനമാണ്. ലളിതമായി പറഞ്ഞാൽ ശത്രുവിന്റെ ഉപഗ്രഹങ്ങളെ കണ്ണടച്ച് ഇരുട്ടാക്കുന്ന ഒരു ജാമർ. ഉപഗ്രഹങ്ങളെ നശിപ്പിക്കാതെ തന്നെ അവയെ പ്രവർത്തനരഹിതമാക്കി ശത്രുവിന്റെ ആശയവിനിമയ സംവിധാനങ്ങളെ അന്ധമാക്കാൻ ഈ സാങ്കേതിക വിദ്യയിലൂടെ അമേരിക്കയ്ക്ക് സാധിക്കും. മെഡോലാൻസ് എന്ന് പേരിട്ടിരിക്കുന്ന ഈ മിഷൻ പ്രവർത്തിക്കുന്നത് എങ്ങനെയാണ് എന്ന് നോക്കാം. സാധാരണ റേഡിയോ തരംഗങ്ങളെക്കാൾ വളരെ ശക്തിയേറിയ ഇലക്ട്രോ മാഗ്നറ്റിക് തരംഗങ്ങളെ ഒരു ബീം പോലെ ശത്രു ഉപഗ്രഹത്തിലേക്ക് അയക്കുന്നു. ഒരു ഉപഗ്രഹത്തിന് പ്രവർത്തിക്കണമെങ്കിൽ അത് ഭൂമിയിലെ നിയന്ത്രണ കേന്ദ്രവുമായി തുടർച്ചയായി സിഗ്നലുകൾ കൈമാറേണ്ടത് അനിവാര്യമാണ്. മെഡോലാൻഡ് അയക്കുന്ന ശക്തമായ ഇലക്ട്രോ മാഗ്നറ്റിക് തരംഗങ്ങൾ ഉപഗ്രഹത്തിന്റെ ഈ സിഗ്നലുകളെ പൂർണ്ണമായും തടയുന്നു. സിഗ്നലുകൾ ലഭിക്കാതെ വരുമ്പോൾ ഉപഗ്രഹത്തിന് തന്റെ കമാൻഡുകൾ സ്വീകരിക്കുവാനോ തിരികെ വിവരങ്ങൾ അയക്കുവാനോ കഴിയാതെ വരുന്നു. ഉപഗ്രഹത്തിന്റെ പ്രവർത്തനക്ഷമത താൽക്കാലികമായി സ്തംഭിച്ചു പോകുന്നു. ചില സന്ദർഭങ്ങളിൽ ഈ തരംഗങ്ങൾ ഉപയോഗിച്ച് ഉപഗ്രഹത്തിന് തെറ്റായ കമാൻഡുകൾ നൽകി ശത്രുവിന്റെ കയ്യിൽ നിന്ന് അതിന്റെ നിയന്ത്രണം താൽക്കാലികമായി ഏറ്റെടുക്കാനും സാധിക്കും. ശത്രുവിന്റെ ഉപഗ്രഹത്തെ തകർത്ത് ബഹിരാകാശത്ത് അവശിഷ്ടങ്ങൾ നിറയ്ക്കുന്നതിന് പകരം അതിലേക്ക് അദൃശ്യമായ ഇലക്ട്രോ മാഗ്നറ്റിക് തരംഗങ്ങൾ പായിച്ച് അതിനെ ഒരു നിമിഷം കൊണ്ട് അന്ധമാക്കുന്ന വിദ്യയാണിത്. നിങ്ങൾക്കും ഇന്ത്യൻ വോയിസ് വാർത്തകളിൽ പങ്കാളികളാകാം. നിങ്ങളുടെ നാട്ടിൻ പുറത്തെ വാർത്തകൾ നിങ്ങളുടെ മൊബൈലിൽ ഷൂട്ട് ചെയ്യുക. നിങ്ങൾ ഷൂട്ട് ചെയ്ത വീഡിയോകളും ഇമേജുകളും താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ അയയ്ക്കുക. ഇന്ത്യൻ വോയിസ് ന്യൂസ് അവർ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം.